الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله ولو آمن أهل الكتاب لكان خيرا لهم منهم المؤمنون وأكثرهم الفاسقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഖൈറു ഉമ്മത്തിൻ്റെ അഥവാ ഉത്തമ സമുദായത്തിൻ്റെ സവിശേഷതകളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. സൂറ ആലു ഇമ്രാനിലെ 110-ാമത്തെ വചനത്തെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു നമ്മുടെ ഖുതുബ. കഴിഞ്ഞ ഖുതുബയുടെയും ഈ ഖുതുബയുടെയും തുടക്കത്തിൽ പാരായണം ചെയ്തത് വിശുദ്ധ ഖുർആനിലെ നാം മേൽപ്പറഞ്ഞ സൂറ ആലു ഇമ്രാനിലെ 110-ാമത്തെ വചനമാണ്. ആ വചനത്തിന്റെ വിശദീകരണം തന്നെയാണ് ഇന്നും നൽകുന്നത്. അല്ലാഹു തആല ഈ സമുദായത്തെ കൃത്യമായ മാനദണ്ഡത്തിൽ, എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ ദൗത്യമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നൽകിക്കൊണ്ട് ഖൈറു ഉമ്മത്താക്കി നിശ്ചയിക്കുകയാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമമായ സമുദായമാണ് നിങ്ങൾ. അല്ലാഹു പറയാം, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഖൈറു ഉമ്മത്താണ് നിങ്ങൾ. നിങ്ങൾ ഖൈറു ഉമ്മത്താവുന്നത് നിങ്ങൾക്ക് ദൗത്യമുള്ളത് കൊണ്ടാണ്. ആ ദൗത്യം അല്ലാഹു പിന്നീട് വിശദീകരിക്കുകയാണ്. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഈ ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. സഹോദരങ്ങളെ, അല്ലാഹു തആല ഉമ്മത്ത് മുസ്ലിമയെ, അതല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായത്തെ ഖൈറു ഉമ്മത്ത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ദൗത്യവും അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് നാം വിശദീകരിച്ചത്. ഈ വചനത്തിന്റെ അവതരണ പശ്ചാത്തലം നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ വചനത്തിന്റെ വിശദീകരണമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനങ്ങൾ അഥവാ ഹദീസുകളും നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിക്കുകയുണ്ടായി. ഖൈറു ഉമ്മത്തിന്റെ സവിശേഷതകൾ മേൽപ്പറഞ്ഞ 2-3 കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളം ഇടങ്ങളിൽ, നബിവചനങ്ങളിൽ ധാരാളം ഇടങ്ങളിൽ
ഖൈറു ഉമ്മത്തിന്റെ വിശേഷണങ്ങൾ, സിഫാത്തുകൾ ഒന്നൊന്നായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വിശേഷണങ്ങളാണ് സംക്ഷിപ്തമായി നാം ഈ ഖുതുബയിൽ വിവരിക്കുന്നത്. അള്ളാഹു പറയാനും കേൾക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നിലപാട് സ്വീകരിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖൈറുമ്മത്തിന്റെ ദൗത്യമാണ് നന്മ കൽപ്പിക്കുക, തിന്മ തടയുക, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അത് നിർവഹിക്കുക, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത്. എന്നാൽ ഖൈറു ഉമ്മത്തിന്റെ വിശേഷണങ്ങൾ ധാരാളമുണ്ട്. ഖൈറു ഉമ്മത്താവണമെങ്കിൽ, അതല്ലെങ്കിൽ ഖൈറു ഉമ്മത്തിൽ, ഉത്തമ സമുദായത്തിൽ അംഗങ്ങളാവണമെങ്കിൽ ധാരാളം വിശേഷണങ്ങൾ സിദ്ധിച്ചവരാവണം. അത് മനുഷ്യൻ നേടിയെടുക്കുന്നതാണ്, ജന്മസിദ്ധമായിട്ടുള്ളതല്ല ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്നത്. ജൂതന്മാരുടെ വാദമനുസരിച്ച്, ആധുനിക സയനിസ്റ്റുകളുടെ വാദമനുസരിച്ചും അവരാണ് ഏറ്റവും ഉത്കൃഷ്ടരായ സമൂഹം എന്നുള്ളതാണ്. നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉ, ഖുർആൻ അവരുടെ വാദഗതിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരും അള്ളാഹുവിന്റെ മക്കളുമാണെന്ന് ജൂതന്മാർക്ക് വാദമുണ്ട്. അങ്ങനെ അള്ളാഹു ജന്മം കൊണ്ട് തന്നെ തെരഞ്ഞെടുത്ത സമൂഹം, അതല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട സമൂഹം എന്നതല്ല ഈ സമുദായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മറിച്ച് കൃത്യമായ ദൗത്യ നിർവഹണത്തിലും കൃത്യമായ വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഖൈറു ഉമ്മത്തായി നിലനിൽക്കുന്ന സമൂഹം, ആ അർത്ഥത്തിലുള്ള ഖൈറു ഉമ്മത്ത് കാഴ്ചപ്പാടാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ജൂത സമൂഹങ്ങൾ അവരുടെ ചരിത്രത്തിലും ആധുനിക സയനിസവും മുന്നോട്ട് വെക്കുന്ന വംശീയതയിൽ അധിഷ്ഠിതമായ വാദമല്ല ഖുർആനിൻ്റേത്. മറിച്ച് ദൗത്യ നിർവഹണം കൊണ്ടും സവിശേഷതകൾ കൊണ്ടും ഖൈറു ഉമ്മത്തായി മാറുന്ന ഒരു സമൂഹത്തെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അവരൊരു സമുദായത്തിൽ പിറന്നു എന്നതുകൊണ്ടല്ല അത് നേടിയെടുത്തത്, അവരുടെ ചുമതലകൾ, അവർക്ക് നൽകപ്പെട്ട സിഫാത്തുകളോടെ അവരത് നിറവേറ്റുന്നു എന്നതുകൊണ്ടാണ്. ആ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ പറയും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും ഖൈറു ഉമ്മത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹു അതിനെ കൃത്യമായ ഉപാധി വെച്ചിട്ടുണ്ട്. ആ ഉപാധികൾ അയാൾ പൂർത്തീകരിക്കട്ടെ, ആ ശുറൂത്തുകൾ അയാൾ പൂർത്തീകരിക്കട്ടെ. എന്തൊക്കെയാണ് ആ ശുറൂത്തുകൾ, ആ വിശേഷണങ്ങൾ, ആ ഉപാധികൾ? ഒന്ന്, ഈമാനോടെ തഖ്വയോടെ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, അറിയുക എന്നുള്ളതാണ്. ഖൈറു ഉമ്മത്തിന്റെ ഒന്നാമത്തെ വിശേഷണം അതാണ്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ശ്രമിക്കുന്നവർ, അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ശ്രമിക്കുന്നവർ, ദീനിനെ സംബന്ധിച്ചുള്ള ഇൽമു ഉള്ളവരാണ്, വിജ്ഞാനമുള്ളവരാണ് ഖൈറു ഉമ്മത്ത് എന്ന് പറയുന്നത്. ഖുർആൻ ഹദീസിന്റെയും ബാലപാഠങ്ങൾ പോലും അറിയാതെ പ്രാഥമികമായിട്ട് ഒരാൾക്ക് മുസ്ലിമാവാൻ ആവശ്യമായ ജ്ഞാനം പോലും നേടാതെ ഒരാൾക്കും ഖൈറു ഉമ്മത്തിൽ അംഗമാവാൻ കഴിയില്ല എന്നുള്ളതാണ്. അടിസ്ഥാന കാര്യമായ ശിർക്കും തൗഹീദും അയാൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഹറാമ് ഹലാലുകളുടെ പരിധികൾ അറിയേണ്ടതുണ്ട്. ശിർക്കും തൗഹീദും തിരിച്ചറിയുകയും ഹറാമ് ഹലാലുകളുടെ പരിധികൾ മനസ്സിലാക്കുകയും ചെയ്യണം. അതാണ് പഠിക്കുക. പ്രാഥമികമായിട്ട് ഖുർആൻ പറയുന്ന പഠിക്കാനാണ്. ആദ്യത്തെ ഖുർആനിക സംബോധന തന്നെ പഠിക്കുക, വായിക്കുക എന്നുള്ളതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നീ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച അത്യുദാരനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക. പേന കൊണ്ട് പഠിപ്പിച്ച അജ്ഞാനമായ കാര്യങ്ങൾ, അറിവില്ലാത്ത കാര്യങ്ങൾക്ക് മനുഷ്യർക്ക് ജ്ഞാനം നൽകിയ, അറിവ് നൽകിയ നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ലോകത്തിൽ ആദ്യത്തെയും അവസാനത്തെയും വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അറിയാതെ ഒരാൾക്ക് മുസ്ലിമാവാൻ കഴിയില്ല. ദീൻ പഠിക്കണം, അറിയണം. ഖൈറു ഉമ്മത്തിലെ പ്രാഥമിക അംഗത്വത്തിന് ആവശ്യമായിട്ടുള്ള അറിവുണ്ട്.
ഏതൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും ഭാഗമായിട്ടുള്ള പ്രസ്ഥാനങ്ങളിൽ അംഗമാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് വായിച്ചിരിക്കേണ്ടുന്ന ചില കൃതികൾ ഉണ്ടാവും. അതിന് അടിസ്ഥാന സാഹിത്യം എന്ന് പറയും. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളവും ഒരാൾ മുസ്ലിം ആവണമെങ്കിൽ, അതല്ലെങ്കിൽ ഖൈർ ഉമ്മത്തിൽ ഒരാൾ അംഗമാവണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടുന്ന വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാനം അറിയാതെ ഒരാൾക്ക് ഖൈർ ഉമ്മത്തിൽ, ഉത്തമ സമുദായത്തിൽ അംഗമാവാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് അല്ലാഹു ധാരാളം ഇടങ്ങളിൽ പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അതുപോലെ ഇൽമിന്റെ പ്രാധാന്യം പറയുന്ന, ജ്ഞാനത്തിന്റെ അറിവിന്റെ പ്രാധാന്യം പറയുന്ന ധാരാളം വചനങ്ങൾ ഖുർആനിലുണ്ട്. പ്രവാചകരെ നിങ്ങൾ ചോദിക്കണം, ഖുൽ നിങ്ങൾ ചോദിക്കണം, പറയണം, ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിയുന്ന ആളുകളും അറിയാത്ത ആളുകളും തുല്യരാണോ? അല്ല. ഈ ലോകത്ത് തുല്യരല്ല. അവരുടെ പ്രവർത്തനങ്ങളിൽ, അവരുടെ നിലപാടുകളിൽ പരലോകത്തും അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരായിരിക്കില്ല. അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖഹു ഇലൽ ജന്ന. ആരെങ്കിലും അറിവന്വേഷിക്കുന്ന വഴിയിൽ പ്രവേശിച്ചാൽ സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു തആല എളുപ്പമാക്കി കൊടുക്കും എന്നുള്ളതാണ്. പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി എല്ലാവരും അദൃശ്യലോകത്ത് മനുഷ്യരുടെ കണ്ണുകൊണ്ട്, നേത്രങ്ങൾ കൊണ്ട് ഭൗതികമായിട്ട് അവരെ കാണാത്ത സൃഷ്ടിജാലങ്ങൾ പോലും, ഇനി കണ്ണുകൊണ്ട് കാണുന്ന സൃഷ്ടിജാലങ്ങളും പ്രാർത്ഥിക്കുകയാണ് പഠിക്കുന്ന ആളുകൾക്ക്, ദീൻ അറിയാൻ ശ്രമിക്കുന്നവർക്ക്. വഇന്ന ത്വാലിബൽ ഇൽമി ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് ഹത്തൽ ഹൈതാനു ഫിൽ മാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വിജ്ഞാനം അന്വേഷിക്കുന്നയാൾ ലയസ്തഗ്ഫിറു ലഹു, അയാൾക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. മൻ ഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ള മലക്കുകൾ, വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ള സൃഷ്ടിജാലങ്ങളും, ഹത്തൽ ഹൈതാനു ഫിൽ മാ, ജലാശയങ്ങളിലെ മത്സ്യങ്ങൾ വരെ അറിവിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വേണ്ടി പാപമോചനം ചോദിക്കുകയാണ്. എല്ലാ ആളുകൾക്കും വലിയ പണ്ഡിതന്മാരാവാൻ കഴിയോ? ആഴങ്ങളിലേക്ക് ജ്ഞാനമണ്ഡലത്തിൽ ഇറങ്ങിച്ചെല്ലാൻ എല്ലാവർക്കും സാധിക്കുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നതേ പറയാൻ കഴിയൂ. പക്ഷേ പ്രാഥമികമായിട്ടെങ്കിലും അറിയേണ്ടുന്ന കാര്യങ്ങൾ അറിയണം. ഒരാൾ അള്ളാഹനെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രഥമമായ കാര്യം. അള്ളാഹനെ സൂക്ഷിക്കണമെങ്കിൽ ഷിർക്കിന്റെ പരിധികൾ മനസ്സിലാക്കണം, ഹറാമിന്റെ പരിധികൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ പരിധികൾ തിരിച്ചറിയാൻ ആവശ്യമായ അറിവ്, അതാണ് പ്രാഥമികമായിട്ടുള്ള അറിവെന്ന് പറയുന്നത്. ഈ അറിവ് ഓരോ മുസ്ലിം സ്ത്രീക്കും പുരുഷനും ഉണ്ടാവണം എന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിർബന്ധമായിട്ടും ഉണ്ടാവണം, അനിവാര്യമായ അറിവാണ്, എസൻഷ്യലായ അറിവാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ. വിജ്ഞാനം അന്വേഷിക്കൽ ഓരോ മുസ്ലിം സ്ത്രീയുടെയും പുരുഷന്റെയും നിർബന്ധ ബാധ്യതയാണ്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സമുദായത്തിൽ അയാൾ കേവലം അംഗമാവും, പേരുകൊണ്ട് നാമധാരിയാവും, പക്ഷേ ഈമാനിന്റെയും തഖ്വയുടെയും ഗുണഫലങ്ങൾ നേടിയെടുക്കുവാൻ അയാൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഇന്ന് മുസ്ലിം നാമധാരികൾ പലരും അവരെ വിതക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പായുന്നു, പൗരോഹിത്യ ചൂഷണങ്ങൾ, തങ്ങന്മാരും പുരോഹിതന്മാരും വിവിധ ചൂഷണങ്ങളിൽ, മന്ത്രവാദങ്ങൾ, അതുപോലുള്ള ചൂഷണങ്ങളിലൊക്കെ പറ്റിക്കുകയാണ്. വിശ്വാസ സമൂഹത്തെയാണ് പറ്റിക്കുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വിശ്വാസത്തിന് ശേഷം അവരെ അറിയാൻ ശ്രമിച്ചില്ല, പഠിക്കാൻ ശ്രമിച്ചില്ല, ദീനിന്റെ പരിധികൾ മനസ്സിലാക്കാൻ, തൗഹീദും ശിർക്കും തമ്മിൽ വേർതിരിച്ചറിയാൻ, ഹറാം ഹലാലുകളുടെ ഹുദൂദുകൾ മനസ്സിലാക്കാൻ അവരെ സന്നദ്ധരായില്ല. അതുകൊണ്ട് പല മായാജാലക്കാരും മന്ത്രവാദികളും നിരന്തരമായിട്ട് അവരെ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. സമുദായത്തിൽ ഒരു കൂട്ടം ആളുകളെ തേന് നൽകിക്കൊണ്ട്, കാരക്കയിൽ മന്ത്രിച്ചുകൊണ്ട്, തേനിൽ മന്ത്രിച്ചുകൊണ്ട്, അങ്ങനെ വ്യത്യസ്തങ്ങളായ മന്ത്രങ്ങൾ, ഇതാ നിങ്ങൾ കരുതിക്കോളിം, അള്ളാഹുവിനെ കരുതിക്കോളിം, കൂടെ നിങ്ങൾ മറ്റു പല ദൈവങ്ങളെയും കരുതിക്കോളിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു പണ്ഡിതൻ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ പ്രസംഗിക്കുന്ന കേട്ടു. അയാളുടെ അനുയായികളോട് പറയാൻ, ഇതാ നിങ്ങളുടെ കയ്യിൽ തേൻ നൽകിയിരിക്കുന്നു, അതുകൊണ്ട് അള്ളാഹുവിനെ കരുതേണ്ടുന്നവർക്ക് അള്ളാഹിനെ കരുതാം, വേറെ ദൈവങ്ങളെ കരുതേണ്ടുന്നവർക്ക് വേറെ ദൈവങ്ങളെയും കരുതാം, ആ ദൈവങ്ങളിൽ വിശ്വസിച്ച ആളുകൾക്ക്. ഓക്കെ, നിങ്ങൾ മന്ത്രവാദം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട്
ലംഘിച്ചുകൊണ്ട്, പൗരോഹിത്യ ചൂഷണങ്ങൾ അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. കാരണം എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ദീനിനെ പ്രാഥമികമായിട്ട് പോലും അറിയാൻ ശ്രമിക്കുന്നവരായി വിശ്വാസി സമൂഹം മാറുന്നില്ല, അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ഖൈർ ഉമ്മത്തിന്റെ ഒന്നാമത്തെ വിശേഷണം ദീനിനെ അവർ അറിയാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ളതാണ്. പ്രാഥമികമായിട്ട് മദ്രസാ വിദ്യാഭ്യാസം ചിലർക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ മദ്രസാ കാലത്ത് ചെറുപ്രായത്തിൽ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഹൃദയസ്പർശിയാവും? എത്ര കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ചെറുപ്രായത്തിൽ. പിന്നെ ജ്ഞാനമണ്ഡലത്തിലേക്ക് ഒട്ടും ഇറങ്ങുന്നില്ല മനുഷ്യനെങ്കിൽ, ഖുർആൻ ക്ലാസ്സുകൾക്ക് വരുന്നില്ല അയാൾ, ഹദീസ് ക്ലാസ്സുകൾക്ക് വരുന്നില്ല, അതിലൊന്നും പങ്കെടുക്കുന്നില്ല, ഖുർആനും ഹദീസുമായിട്ടുള്ള ബന്ധം അയാൾക്കില്ല. അങ്ങനെയുള്ളവരാണ് ഈ പിഴച്ചു പോകുന്നത്. അവർക്ക് പിന്നെ ആകെ ലഭിക്കുന്നത് ഇതുപോലുള്ള സദസ്സുകളിൽ കേൾക്കുന്ന കുറെ കെട്ടുകഥകളും വാറോലകളും മാത്രമാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് വിശ്വാസിയായ ഒരു വ്യക്തിയുടെ ഒന്നാമത്തെ ബാധ്യത, ഖൈർ ഉമ്മത്തിൽ അംഗത്തിന്റെ ഒന്നാമത്തെ ബാധ്യത എന്ന് പറയുന്നത് അള്ളാഹുവിനെ അറിയാൻ ശ്രമിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇൽമുണ്ടായാൽ മാത്രം പോരാ, ഖൈർ ഉമ്മത്തിനുണ്ടാവേണ്ടുന്ന രണ്ടാമത്തെ ഗുണം, ഉത്തമ സമുദായമാണല്ലോ, ഉത്തമ സമുദായം ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ആർജിച്ചവരാവണം എന്നുള്ളതാണ്. ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കുക, ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമകളാവുക. അതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. നീ എവിടെയാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. ഒരു തിന്മ ചെയ്താൽ ആ തിന്മയെ മായ്ച്ചു കളയുന്ന നന്മ അതിനെ തുടരെ വരണം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ജനങ്ങളോട് നല്ല നിലയ്ക്ക് പെരുമാറണം. ഓക്കെ, നിങ്ങൾ എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പ്രവാചകൻ പറയാൻ, ഒരു തിന്മ യാദൃച്ഛികമായി നിന്നിൽ സംഭവിച്ചാൽ അതിനെ തുടർന്ന് നന്മ വരണം. ആ തിന്മയെ മായ്ച്ചു കളയുന്ന നന്മ പോരാ. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. നല്ല പെരുമാറ്റം, സകല ജനങ്ങളോടും നല്ല പെരുമാറ്റം കാഴ്ചവെക്കണം. ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, മദ്ദീൻ, പ്രവാചകരെ എന്താണ് ദീൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, ഹുസ്നുൽ ഖുലുഖ്, സൽസ്വഭാവമാണ് ദീൻ, സൽസ്വഭാവമാണ് ദീൻ. മറ്റൊരു സന്ദർഭത്തിൽ പ്രവാചകൻ പറയാണ്, ഇന്നമാ ബുഇസ്തു ലി ഉതുമ്മിമ മകാരിമൽ അഖ്ലാഖ്. സൽസ്വഭാവത്തിന്റെ മഹത്വങ്ങൾ പൂർത്തീകരിക്കാനാണ് ഞാൻ നിയുക്തനായത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഹോദരങ്ങളെ, ഒരു വ്യക്തിയുടെ സൽപെരുമാറ്റം വളരെ പ്രധാനമാണ്. ഖൈർ ഉമ്മത്തിൽ അംഗം ഉത്കൃഷ്ടമായ സ്വഭാവത്തിന്റെ ഉടമയാവണം. ഒരു വ്യക്തിയുടെ സൽപെരുമാറ്റത്തിന് ഏറ്റവും അധികം തെളിച്ചമുണ്ടാവേണ്ടത് സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റായ കുടുംബത്തിലാണ്. കുടുംബത്തിലെ പെരുമാറ്റമാണ് ഏറ്റവും അധികം നന്നാവേണ്ടത്. അവിടെ നിന്ന് സമൂഹത്തിലെ പെരുമാറ്റങ്ങളും നന്നാക്കണം. സമൂഹത്തിൽ നന്നായി പെരുമാറും, കുടുംബത്തിൽ മോശമാകും. അങ്ങനെയാവാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുകും ഖിയാറുകും ലിനിസാഇകും. വിശ്വാസികളിൽ വിശ്വാസം കൊണ്ട് ഏറ്റവും പൂർണ്ണതയുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ, വഖിയാറുകും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഖിയാറുകും ലിനിസാഇകും, നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവരാണ്, നിങ്ങളുടെ ഇണകളോട് നന്നായി പെരുമാറുന്നവരാണ്. ഏറ്റവും നല്ലവർ ആരെന്ന് പറയാൻ, നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി പെരുമാറുന്നവർ. ഉസാമത്ത് ഇബ്നു ശരീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, മാ അഫ്ളലു മാ അഅതൽ മർഉൽ മുസ്ലിം. മുസ്ലിമായ ഒരു മനുഷ്യൻ നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണ്? മുസ്ലിമായ ഒരു മനുഷ്യൻ നൽകുന്നതിൽ, ഖൈർ ഉമ്മത്തിൽ അംഗം നൽകുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദാനമേതാണ്? ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹുസ്നുൽ ഖുലുഖ്, ഹുസ്നുൽ ഖുലുഖ്, ഏറ്റവും നല്ല സ്വഭാവമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അസൂയ, അഹങ്കാരം, ലോകമാന്യം, പൊങ്ങച്ചം തുടങ്ങിയ ദുർഗുണങ്ങളെ പരമാവധി എന്നല്ല പൂർണ്ണമായും കൈവടിയാൻ ശ്രമിക്കുകയും കാരുണ്യവും വിട്ടുവീഴ്ചയും ജീവിതത്തിന്റെ സകല മണ്ഡലങ്ങളിലും മുറുകെ പിടിക്കുകയും ചെയ്യുക. സൽസ്വഭാവിയാവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, കം അഅഫു അനിൽ ഖാദിം, ഞാൻ എൻ്റെ വേലക്കാരനെ എൻ്റെ ജീവിതത്തിൽ
എത്ര പ്രാവശ്യമാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? എന്റെ വേലക്കാരനോട് ഞാൻ എത്ര പ്രാവശ്യമാണ് ഞാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിക്കുമ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, കുല്ല യൗമിൻ 70 മറ, എല്ലാ ദിവസവും 70 പ്രാവശ്യം നീ വിട്ടുവീഴ്ച ചെയ്യണം. എല്ലാ ദിവസവും നിന്റെ വേലക്കാരനോട് 70 പ്രാവശ്യം നീ വിട്ടുവീഴ്ച ചെയ്യണം. സൽസ്വഭാവിയാവുക, വിട്ടുവീഴ്ചയുടെ ഉടമയായി മാറുക. ഖൈറുമ്മത്തിലെ ഓരോ അംഗത്തിന്റെയും രണ്ടാമത്തെ വിശേഷണം ഉത്കൃഷ്ട സ്വഭാവം. ഒന്നാമത്തെ വിശേഷണം അള്ളാഹുവിന്റെ ദീൻ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ വിശേഷണം എന്ന് പറയുന്നത് ഉത്കൃഷ്ട സ്വഭാവത്തിന്റെ ഉടമയാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഖൈറുമ്മത്തിന്റെ മൂന്നാമത്തെ വിശേഷണം ഉത്കൃഷ്ട സ്വഭാവം എന്ന് പറഞ്ഞ എല്ലാവരോടും, സമൂഹത്തിലെ നാനാ തുറകളിൽപ്പെട്ട ആളുകളോടും ഉത്കൃഷ്ട സ്വഭാവം പുലർത്തുന്നവനാണ് ഖൈർ ഉമ്മത്തിലെ അംഗം. മൂന്നാമത്തെ വിശേഷണം എന്ന് പറയുന്നത് അവർ കാലഘട്ടത്തെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരായിരിക്കും. ഉത്തമ സമുദായത്തിലെ ഓരോ അംഗവും കാലഘട്ടത്തെ ശരിയാം വണ്ണം മനസ്സിലാക്കുന്നവരായിരിക്കും. കാലഘട്ടത്തിന്റെ ചുമരെഴുത്തുകൾ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് വിശേഷിച്ചും ഈ കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗത്തിന്റെയും നിർബന്ധമായിട്ടുള്ള ബാധ്യത തന്നെയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനം ഇപ്രകാരമാണ്: മല്ലാ യഅരിഫിൽ ജാഹിലിയ്യത ലാ യഅരിഫിൽ ഇസ്ലാം. ഒരാൾ ജാഹിലിയ്യത്തിന് അറിയുന്നില്ല എങ്കിൽ അയാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല. കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തുകളെ, ആധുനിക ജാഹിലിയ്യത്തുകളെ ഒരാൾ അറിയുന്നില്ല എങ്കിൽ അയാൾക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ കാലഘട്ടത്തിലെ ജാഹിലിയ്യത്തുണ്ട്, ഈ കാലഘട്ടത്തിലും ജാഹിലിയ്യത്തിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപങ്ങളുണ്ട്. ഫാസിസവും സൈനിസവും വിതക്കുന്ന ദുരന്തങ്ങൾ, ഫാസിസവും സൈനിസവും എല്ലാമാണ് ആധുനിക ജാഹിലിയ്യത്ത് എന്ന് പറയുന്നത്. ഈ ആധുനിക ജാഹിലിയ്യത്ത് വിതക്കുന്ന ദുരന്തങ്ങളെ നന്നായി അറിയുന്നവനായിരിക്കും ഖൈർ ഉമ്മത്തിലെ ഓരോ അംഗവും. നമുക്കറിയാം, വിവിധ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തിനിന്ന കാലമാണ്. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പിട്ട നടപടിയെ സംസ്ഥാന സർക്കാർ പുനഃപരിശോധിക്കാൻ തയ്യാറായ സന്ദർഭം കൂടിയാണിത്. അതിനാവശ്യമായ ഒരു സമ്മർദ്ദം, ഒരു പ്രഷർ സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ വന്നു എന്നുള്ളതാണ്. എത്ര പണം ലഭിച്ചാലും ദേശീയ വിദ്യാഭ്യാസ നയത്തെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന് ഉൾക്കൊള്ളാനാവില്ല എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസ മേഖലയെ അടിമുടി കാവ്യവൽക്കരിക്കുന്ന പച്ചയായ ശ്രമങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് എന്നുള്ളതാണ്. ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗൾ രാജാക്കന്മാരുടെ ചരിത്രത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞു. തങ്ങളുടെ ആശയധാരക്കെതിരായിരുന്ന ദേശീയ നേതാക്കളെ പോലും പാഠപുസ്തകങ്ങളിൽ നിന്ന് തുടച്ചു നീക്കുന്ന ശ്രമങ്ങളാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ശാസ്ത്രീയ അക്കാദമിക സമീപനത്തെ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് കഥകളും പുരാണേതിഹാസങ്ങളും അത് സംഭവ യാഥാർത്ഥ്യങ്ങൾ എന്ന നിലയ്ക്ക് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ഉണ്ടാവുമ്പോൾ നാം കൂടുതൽ ജാഗ്രതയോടുകൂടി ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസ മേഖല മതനിരപേക്ഷമായി തന്നെ മുന്നോട്ട് പോകണം എന്ന കർക്കശമായ നിലപാട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവിടെ മാത്രമല്ല, ഈ വിഷയത്തിൽ മാത്രമല്ല, ധാരാളം വിഷയങ്ങൾ, ആനുകാലികമായ ധാരാളം വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള അവബോധം ഖൈർ ഉമ്മത്തിലെ ഓരോ അംഗത്തിനും വിശേഷിച്ചും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനും ഉണ്ടാവണം. പക്ഷേ ഈ വെല്ലുവിളികൾ കാര്യമായിട്ട് ഏറ്റുവാങ്ങാൻ പോകുന്ന ഒരു സമുദായം എന്ന അർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിലെ, ഉത്തമ സമുദായത്തിലെ ഓരോ അംഗത്തിനും ഇതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ഉണർവുകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിഞ്ഞ നമ്മുടെ രാജ്യത്ത് ഇനി പൗരത്വ പട്ടിക തയ്യാറാക്കുന്നതിനുള്ള ഊർജിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നാം കേൾക്കുന്ന SIR നടപടികൾ. കേരളത്തിൽ ഉൾപ്പെടെ ഇപ്പോൾ SIR നടപടികളുമായിട്ട് ത്വരിതഗതിയിൽ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക.
വിശദീകരിക്കുകയാണ്. ഇതുവരെയും വോട്ടവകാശം വിനിയോഗിച്ചവരാണ് നമ്മിൽ ഭൂരിപക്ഷം ആളുകളും. ഇതുവരെയും വോട്ടവകാശം വിനിയോഗിച്ചവർ ഇനിയും പൗരന്മാരാണെന്ന് വ്യക്തമാക്കാനും തെളിയിക്കാനും തെളിവുകൾ ഹാജരാക്കണമെന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇതെന്തുമാത്രം വൈരുദ്ധ്യമാണ്! ബീഹാറിലും ആസാമിലുമെല്ലാം അത്തരം നടപടികളിലൂടെ ധാരാളം ആളുകളെ വെട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടായി. വോട്ടിങ്ങിൽ നിന്നല്ല വെട്ടിമാറ്റുന്നത്, പൗരത്വത്തിൽ നിന്നാണ് വെട്ടിമാറ്റുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വിശേഷിച്ചും മുസ്ലിങ്ങളാണ് വലിയ പ്രയാസം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊന്നും നമ്മൾ അസ്വസ്ഥരായിട്ട് ബേജാറായിട്ട് മുന്നോട്ട് പോവാനല്ല ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും, അതല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ബോധം ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കുന്നതും. മറിച്ച് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യണം. വെട്ടിമാറ്റപ്പെടുന്നവരിൽ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ഒരാളോ ഇല്ലെന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അതിനാവശ്യമായിട്ടുള്ള രേഖകൾ എന്താണോ ആ രേഖകൾ നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ ജനാധിപത്യത്തെ വംശീയാധിപത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഊർജിതമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതെല്ലാം എന്ന് രാജ്യനിവാസികളെ, രാജ്യത്തിലെ പൗരന്മാരെ വളരെ ഗൗരവത്തിൽ തന്നെ ബോധ്യപ്പെടുത്താനും ഈ സന്ദർഭം, ഇതുപോലെ സന്ദർഭങ്ങൾ നാം വിനിയോഗിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഖൈർ ഉമ്മത്തിന്റെ വിശേഷണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒന്നാമത് വേണ്ടത് ഇൽമാണ്, അറിവാണ്, അവബോധമാണ്. ദീനിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള അവബോധമെങ്കിലും ഉണ്ടാവുക. രണ്ടാമത് പറഞ്ഞു ഉത്കൃഷ്ട സ്വഭാവങ്ങളുടെ ഉടമയായിട്ട് മാറുക എന്നുള്ളതാണ്. മൂന്നാമത് കാലഘട്ടത്തിന്റെ ചുമരെഴുത്തുകൾ മനസ്സിലാക്കാൻ ഖൈർ ഉമ്മത്തിലെ ഓരോ അംഗങ്ങൾക്കും സാധ്യമാവണം എന്നുള്ളതാണ് മൂന്നാമത് പറഞ്ഞത്. നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ആഴത്തിൽ അറിയുന്നു, മനസ്സിലാക്കുന്നു, പ്രതിസന്ധികളെ തിരിച്ചറിയുന്നു. പക്ഷേ ആ പ്രതിസന്ധികൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കുന്നവരല്ല അവർ, ആത്മവിശ്വാസമുള്ളവരാണ്. സ്തംഭിച്ചു നിൽക്കാതെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഖൈർ ഉമ്മത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതിസന്ധികൾക്ക് മുമ്പിൽ സ്തംഭിച്ചു നിൽക്കാതെ കോൺഫിഡൻസ് നിലനിർത്തുവാൻ, ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നവരാണ് ഉത്തമ സമുദായത്തിൽ ഓരോ അംഗങ്ങളും അങ്ങനെയാവണം. അതാണ് അവരുടെ വിശേഷണം. അതാണ് ഖുർആൻ അവർക്ക് നൽകുന്ന ഊർജം. ആത്മവിശ്വാസമുള്ളവരായിട്ട് മാറി എന്നാണ് ഖുർആൻ നിരന്തരമായിട്ട് പറയുന്നത്. വലാ തഹ്നു വലാ തഹ്സനു അൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ ദുർബലരാവുകയും ചെയ്യരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. ഈമാനുണ്ടോ എങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോവില്ല. വലാ തൈഅസൂ മിർ റൗഹില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ ഒരു ഘട്ടത്തിലും നിരാശരാവാൻ പാടില്ല. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. നിഷേധികളായ ആളുകളല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശരാവുകയില്ലെന്ന് ഖുർആൻ പറയാണ്, അല്ലാഹു പറയാൻ. തുടർന്നും ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞു, ആവേശം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ആത്മവിശ്വാസം നൽകുന്ന ഒരു പ്രതിസന്ധിയുടെ ആഴത്തിലേക്ക്, എത്ര പ്രതിസന്ധികളുടെ ആഴങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാലും നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടാൻ പാടില്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അത് അല്ലാഹുവിലുള്ള വിശ്വാസം മാത്രമല്ല, അത് സ്വന്തത്തിലുള്ള ആത്മവിശ്വാസം കൂടിയാണ്. ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ മാപ്പുസാക്ഷിയുടെ റോളിൽ നിൽക്കുന്നവരോ ക്ഷമ നഷ്ടപ്പെട്ടവരുമായി മാറാൻ പാടില്ല. നിങ്ങളുടെ മാതൃക പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ പിന്നിൽ പ്രവർത്തിച്ച സാത്വികരായ ഭക്തജനങ്ങളുമാണ്. ആ ഭക്തജനങ്ങളെ വിശേഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, വകഅയ്യിൻ മിൻ നബിയ്യിൻ ഖാതല മഅഹു റിബ്ബിയൂന കസീർ. എത്രയെത്ര പ്രവാചകന്മാരാണ്, അവരുടെ കൂടെ ധാരാളം സാത്വികന്മാരെ ഭക്തജനങ്ങൾ പോരാടി. ഫമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹി വമാ ദഅഫൂ വമസ്തഖാനൂ വമാ വഹനൂ ലിമാ അസ്വാബഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ പോരാടിയപ്പോ അവരുടെ മനസ്സുകൾ ഇടിഞ്ഞു പോയില്ല, ക്ഷയിച്ചു പോയില്ല. വമാ ദഅഫൂ, അവർ ദുർബലരാവുകയും ചെയ്തില്ല. വമസ്തഖാനൂ, അവരാരുടെ മുമ്പിലും തലകുനിക്കുകയും ചെയ്തില്ല. തലകുനിക്കാതെ എപ്പോഴും നിവർന്നു നിൽക്കുവാൻ, നിവർന്നു നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോവാനും ഇസ്ലാമിക സമൂഹത്തിന് സാധ്യമാവണം. കാരണം അതാണ് പ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെ കൂടെ പ്രവർത്തിച്ച ഭക്തജന
വചനങ്ങളുടെയും മാതൃകയെന്ന് പറയുന്നത്. എത്രയെത്ര പ്രവാചകന്മാരാണ്. ആ പ്രവാചകന്മാരുടെ കൂടെ സാത്വികന്മാരായ ഭക്തജനങ്ങൾ ധാരാളം പോരാടിയിരുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റുവാങ്ങിയ ദുരന്തങ്ങളുടെ പേരിൽ അവരുടെ മനസ്സുകൾ ക്ഷയിച്ചു പോയില്ല, ഇടിഞ്ഞു പോയില്ല. അവര് ദുർബലരായില്ല. അവരാരുടെ മുമ്പിലും ഒരു സ്വേച്ഛാധിപതിയുടെ മുമ്പിലും ഒരേകാധിപതിയുടെ മുമ്പിലും അവർ തലകുനിച്ചില്ല. വല്ലാഹു യുഹിബ്ബുസ് സ്വാബിരീൻ. അള്ളാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടുകൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഖൈർ ഉമ്മത്തിന്റെ 4ാമത്തെ വിശേഷണമായിട്ട് ഖുർആൻ പറയുന്നത്. സഹോദരങ്ങളെ, പ്രവാചക വചനങ്ങളാണ് ആത്മവിശ്വാസം നൽകുന്നത്. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. അതോടൊപ്പം പ്രവാചക വചനങ്ങളാണ് നിരന്തരമായിട്ട് ആത്മവിശ്വാസം നൽകിക്കൊണ്ടിരുന്നത്. സഹോദരങ്ങളെ, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം 30 പേര് മാത്രം പ്രവർത്തിച്ച ഒരു കാലമായിരുന്നു. മക്കയിൽ പ്രവാചകന്റെ കൂടെ 30 പേര് മാത്രം പ്രവർത്തിച്ചതല്ലെങ്കിൽ 30 പേര് മാത്രം പ്രവാചകൻ വിശ്വസിച്ച ഒരു കാലമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലും നിരന്തരമായ ആത്മവിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്ക് നൽകിയിരുന്നു. നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. റസൂലുള്ളാഹി എപ്പോഴും പറയും ഈ 30 പേരോട്, നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ നൽകുന്നത് ആത്മവിശ്വാസമാണ്. ഹദീസുകൾ നൽകുന്നത് ആത്മവിശ്വാസമാണ്. സർവോപരി ചരിത്രം നൽകുന്നത് ഖൈർ ഉമ്മത്തിന് ആത്മവിശ്വാസമാണ്. ഒരുപാട് പോരാട്ടങ്ങൾ, ആക്രമണങ്ങൾ ശത്രുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ സമുദായത്തെ, ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ അവർക്കൊന്നും സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രം നിരന്തരമായി നമ്മോട് പറയുന്നത്. 2 പതിറ്റാണ്ട് നീണ്ട 9 കുരിശ് യുദ്ധങ്ങൾക്ക് സാധിക്കാത്തതാണ്. മുസ്ലിം ലോകത്തെ തൂത്തെറിയാൻ ശ്രമിച്ച താർത്താരികൾക്ക് സാധിക്കാത്തതാണ് ഇസ്ലാമിന്റെ ഉന്മൂലനം, മുസ്ലിങ്ങളുടെ ഉന്മൂലനം എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർക്കൊന്നും സാധിക്കാത്തത് ഒരു ഫാസിസത്തിനും ഒരു സൈനിസത്തിനും ഒരു സാമ്രാജ്യത്വത്തിനും സാധിക്കുകയില്ലെന്ന് മാത്രമല്ല, ഈ ഫാസിസവും സൈനിസവും സാമ്രാജ്യത്വവുമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസം, ഖുർആൻ നൽകുന്ന ആത്മവിശ്വാസം, ഹദീസുകൾ നൽകുന്ന ആത്മവിശ്വാസം, ചരിത്രം നൽകുന്ന ആത്മവിശ്വാസം. സഹോദരങ്ങളെ, ഈ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവണമെങ്കിൽ ഖൈർ ഉമ്മത്തിന്റെ മേൽപ്പറഞ്ഞ 4 വിശേഷണങ്ങളും ഉള്ളവരാണ് നാം എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ സാധ്യമാവണം. ഒന്ന്, ദീനിന്റെ പ്രാഥമിക പാഠങ്ങളെങ്കിലും നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം, നമ്മുടെ മക്കളും പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. 2, ഉത്കൃഷ്ടമായ സ്വഭാവം ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. 3, കാലഘട്ടത്തെയും ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെയും നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെ സംബന്ധിച്ചാണ് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുക എന്ന് പറഞ്ഞത്. 4, പ്രതിസന്ധികൾക്ക് എത്ര ആഴമുണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക, ആത്മവിശ്വാസം കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. ഉത്തമ സമുദായത്തിന്റെ ഈ ഉത്തമ സ്വഭാവ വിശേഷണങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നാഥൻ നമുക്കെല്ലാവർക്കും, നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. أيها الناس أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട്, അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി രണ്ടാമതായും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ആർക്ക് വേണ്ടിയാണോ അവർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു തആല പുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഖബർ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ അർശിന്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റബ്ബ് തആല നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും പ്രത്യേകം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിൽ അള്ളാഹു നമ്മയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. സിറാത്തിലൂടെയുള്ള നമ്മുടെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും പ്രയാണം അള്ളാഹു മിന്നൽ വേഗത്തുള്ളതാക്കി തീർക്കുമാറാവട്ടെ. ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സുദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹീങ്ങളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുവാൻ നാഥൻ നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്കും അതുപോലെ തന്നെ നമ്മോട് ബന്ധപ്പെട്ട ആളുകൾക്കും എല്ലാം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അവർക്ക് അള്ളാഹു തആല തഖ്വയും ഈമാനും വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഉയർന്ന വിദ്യാഭ്യാസവും ഉന്നതമായ ജീവിത സാഹചര്യങ്ങളും അള്ളാഹു തആല നമ്മുടെ മക്കൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇണകളിൽ നമുക്ക് കൺകുളിർമ, നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ്, ഫസ്ഖുകളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ എല്ലാവരെയും നമ്മുടെ ബന്ധപ്പെട്ടവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പിരടികളെ പൂർണ്ണമായും മോചിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ, നമ്മുടെ മാതാപിതാക്കൾ അല്ലാഹു തആല അവർക്ക് ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി പ്രത്യേകം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ കൃഷിയിൽ, കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗങ്ങളിൽ, നമ്മുടെ സംരംഭങ്ങളിൽ, നമ്മുടെ എല്ലാ നല്ല കാര്യങ്ങളിലും അല്ലാഹു ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മസ്ജിദിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അത് ഭംഗിയായിട്ട് പൂർത്തീകരിക്കുവാൻ, അതിന്റെ വികസന പ്രവർത്തനങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കുവാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും പൂർണ്ണമായും വിജയിപ്പിക്കുമാറാവട്ടെ. പടച്ചവരെ, ഞങ്ങൾ നിന്നെ അല്ലാ എന്ന് വിളിക്കുകയാണ്. നിന്നെ അല്ലാ എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി ദാസന്മാരുണ്ട്, സൃഷ്ടിജാലങ്ങളുണ്ട്. പടച്ചവരെ, ഞങ്ങൾക്ക് അല്ലാ എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലെ എല്ലാ സദുദ്ദേശങ്ങളെയും നീ സഫലീകരിച്ച് തരയണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا
غل للذين آمنوا ربنا إنك أنت رؤوف رحيم اللهم انصر المسلمين المجاهدين في فلسطين اللهم انصرهم في غزة اللهم انصرهم في كل مكان ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا ولسائر جميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت آمين 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 برحمتك يا أرحم الراحمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.